അടുത്ത ടോപ്പിക്കാണ് ഹീറ്റ് ഷോക്ക് പ്രോട്ടീൻ. ഹീറ്റ് ഷോക്ക് പ്രോട്ടീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഹീറ്റ് ഷോക്ക് റെസ്പോൺസ്. ഓക്കെ, ഈ ഹീറ്റ് ഷോക്ക് റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഈ ഒരു യൂണിറ്റ് ഫുള്ള്, അതായത് മെറ്റബോളിസത്തിൻ്റെ സെക്കൻഡ് യൂണിറ്റിൽ ഫുള്ള് എന്താ പറയുന്നതെന്ന് വെച്ചാൽ, ബാക്ടീരിയ എൻവയോൺമെൻറ്റിലുള്ള പല സ്ട്രെസ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകും. അപ്പോൾ അതിനോടൊക്കെ പൊരുതി അതിൽ നിന്നുമൊക്കെ സർവൈവ് ചെയ്ത് അതിന് ജീവിക്കാനായിട്ട് പറ്റും. അത് എങ്ങനെയാണ് അതിന് സാധിക്കുന്നത് എന്നുള്ളതാണ് ആ സെക്കൻഡ് യൂണിറ്റിൽ ഫുള്ള് പറയുന്നത്. ഈ ഹീറ്റ് ഷോക്ക് റെസ്പോൺസും അതേപോലെ തന്നെയാണ്. നമുക്കറിയാമല്ലോ, നമ്മുടെ ബാക്ടീരിയ, ഓക്കെ, നോർമലി ഒരു ബാക്ടീരിയ ഗ്രോ ചെയ്യുന്നു. ദെൻ ആ ബാക്ടീരിയയിൽ സ്ട്രെസ് ഉണ്ടാകുന്നു. സ്ട്രെസ് എന്ന് പറയുമ്പോഴത്തേക്കും എന്തൊക്കെയാണ്? ഓസ്മോളാരിറ്റി, അല്ലെങ്കിൽ pH, അല്ലെങ്കിൽ പിന്നെ എന്തൊക്കെയാണ്? ഓസ്മോളാരിറ്റി ഉണ്ട്, pH ഉണ്ട്, ടെമ്പറേച്ചറുണ്ട്, അങ്ങനെയുള്ള ഒരുപാട് സ്ട്രെസ്സുകളുണ്ട്. ആ സ്ട്രെസ്സിലൊക്കെ അങ്ങനെയുള്ള സ്ട്രെസ്സ് വരുമ്പോഴത്തേക്കും ഈ ബാക്ടീരിയയുടെ അകത്തായിട്ട്, ഓക്കെ, ഈ ബാക്ടീരിയയുടെ അകത്തായിട്ട് കുറച്ച് പ്രോട്ടീൻസ് പ്രൊഡ്യൂസ് ചെയ്യും. ആ പ്രോട്ടീൻസിനാണ് ഹീറ്റ് ഷോക്ക് പ്രോട്ടീൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഹീറ്റ് ഷോക്ക് പ്രോട്ടീൻസ് എന്തിനു ഹെൽപ്പ് ചെയ്യുന്നു? ഈ ബാക്ടീരിയയിൽ ഈ സ്ട്രെസ് കണ്ടീഷൻ, അതായത് ഇതുപോലെയുള്ള സ്ട്രെസ് കണ്ടീഷനിൽ ബാക്ടീരിയയെ സർവൈവ് ചെയ്യാനായിട്ട് ഈ ഹീറ്റ് ഷോക്ക് പ്രോട്ടീൻസ് ഹെൽപ്പ് ചെയ്യുന്നു. ഈ ഹീറ്റ് ഷോക്ക് പ്രോട്ടീൻസ് എന്ന് പറയുമ്പോഴത്തേക്കും മെയിനായിട്ട് നമ്മൾ ഈക്കോളയിൽ കാണപ്പെടുന്നതാണ് sigma-32 ഫാക്ടർ എന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ഇതൊരു ഈക്കോളൈ ബാക്ടീരിയ ആണെന്ന് വിചാരിക്കുക. ആ ബാക്ടീരിയക്കകത്ത് ബാക്ടീരിയയുടെ DNA യിൽ നിന്നും ആദ്യം എന്ത് ഫോം ചെയ്യുന്നു? mRNA ഫോം ചെയ്യുന്നു. ആ mRNA യിൽ നിന്നാണ് എന്ത് ഫോം ചെയ്യുന്നത്? പ്രോട്ടീൻസ് ഫോം ചെയ്യുന്നത്. ഓക്കെ, ദെൻ ആ പ്രോട്ടീൻസ് ഫോം ചെയ്തു. ഈ പ്രോട്ടീൻസാണ് തീരുമാനിക്കുന്നത് ബാക്ടീരിയയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കേണ്ടത് എന്നുള്ളതെല്ലാം ഈ പ്രോട്ടീൻസാണ് തീരുമാനിക്കുന്നത്. ഇനി ഈ ബാക്ടീരിയ ഈ പ്രോട്ടീൻസിനെ പ്രൊഡ്യൂസ് ചെയ്തു. ദെൻ ഈ പ്രോട്ടീൻസ്, അതാണ് sigma-32 ഫാക്ടർ എന്ന് പറയുന്നത്. ഇത് രണ്ട് ടൈപ്സ് ഓഫ് പ്രോട്ടീൻസ് പ്രൊഡ്യൂസ് ചെയ്യും. ഏതൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്ന് ചാപ്പറോൺസ്, രണ്ടാമത്തത് പ്രോട്ടിയോസോംസ്. ഇനി ഈ ബാക്ടീരിയയിൽ നോർമലി ഉള്ള പ്രോട്ടീൻസ് എന്തെങ്കിലും കാരണവശാൽ മിസ്ഫോൾഡിങ്, അതായത് ഈ പ്രോട്ടീൻസ് എല്ലാം ഒരുമിച്ച് ഫോൾഡ് ചെയ്താൽ മാത്രമേ പ്രോപ്പറായിട്ട് ഫങ്ഷൻ നടക്കത്തുള്ളൂ. ഓക്കെ, ഇനി ഈ പ്രോട്ടീൻസ് പ്രോപ്പറായിട്ട് ഫോൾഡ് ചെയ്യാതിരിക്കുക. ഓക്കെ, പ്രോപ്പറായിട്ട് ഫോൾഡ് ചെയ്തില്ല എങ്കിൽ ഈ ബാക്ടീരിയയ്ക്ക് സർവൈവ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പം ഈ ബാക്ടീരിയയിൽ ഏതെങ്കിലും ഒരു പ്രോട്ടീൻസ് ഫോൾഡ് ചെയ്യാതെ കിടപ്പുണ്ടെങ്കിൽ, ഇപ്പം നോർമലി എങ്ങനെയാണ് ബാക്ടീരിയ ഇങ്ങനെ ഇരിക്കേണ്ട ബാക്ടീരിയയിൽ ചിലത് മിസ്ഫോൾഡിങ് ആയിട്ട് വരും. അപ്പോൾ അങ്ങനെ മിസ്ഫോൾഡിങ് ആയിട്ട് വരുന്ന പ്രോട്ടീൻസിനെ ആര് റെക്കഗ്നൈസ് ചെയ്യും? ഈ ചാപ്പറോൺസ് റെക്കഗ്നൈസ് ചെയ്യും. ദെൻ ഈ ചാപ്പറോൺസ് പോയി ഇതിനെ ബൈൻഡ് ചെയ്തിട്ട് എന്താകും? ഇതിൻ്റെ പഴയ ഈ ഒരു സ്റ്റേറ്റിലേക്ക്, നോർമൽ കണ്ടീഷനിലേക്ക് ഈ മിസ്ഫോൾഡിങ് ആയിട്ടുള്ള നോർമൽ, അതായത് ഈ പ്രോട്ടീൻസ്, അപ്പം നമ്മൾ പറഞ്ഞാൽ ഇപ്പോൾ നോർമലായിട്ടിരിക്കുന്ന പ്രോട്ടീൻസ് ഇങ്ങനെയാണെങ്കിൽ ഫോൾഡ് ചെയ്യാത്ത ഒരു പ്രോട്ടീൻ, നീളത്തിലൊരു പ്രോട്ടീൻ വരിക. ദെൻ ആ പ്രോട്ടീനെ നമുക്ക് നോർമൽ കണ്ടീഷനിലേക്ക് മാറ്റാനായിട്ട് ആര് ഹെൽപ്പ് ചെയ്യും? ഈ ചാപ്പറോണ് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ഈ ചാപ്പറോണ് ഇതിൽ ബൈൻഡ് ചെയ്തിട്ട് അതിനെ നോർമലായിട്ടുള്ള പ്രോട്ടീൻസിലേക്ക് മാറ്റുന്നു. ഇനി ഈ ചാപ്പറോൺ വന്ന് ഇതിനെ മാറ്റാൻ നോക്കിയിട്ടും ഇത് നോർമലായിട്ട് മാറിയില്ല എങ്കിൽ എന്ത് ചെയ്യും? ഈ പ്രോട്ടിയോസോം വന്നിട്ട് ഇതിനെ ഡീഗ്രേഡ് ചെയ്ത് കളയും. ഓക്കെ, അങ്ങനെ ഡീഗ്രേഡ് ചെയ്ത് കളഞ്ഞ് അത് ആ ഒരു നോർമലി ഉള്ള പ്രോട്ടീൻസിനെല്ലാം പ്രൊഡ്യൂസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഈ ബാക്ടീരിയയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതുപോലെയുള്ള സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള കണ്ടീഷനിൽ ഗ്രോ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള കണ്ടീഷനിൽ ഗ്രോ ചെയ്യാനായിട്ട് ബാക്ടീരിയയെ സഹായിക്കുന്നതാണ് ഈ ഹീറ്റ് ഷോക്ക് റെസ്പോൺസ് എന്ന് പറയുന്നത്. ഓക്കെ.